പ്രിയരെ, എൻ്റെ കൈവിരലുകൾക്ക് അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിനാൽ മേലിൽ എൻ്റെ വീഡിയോകൾ എനിക്ക് ഷെയർ ചെയ്തു തരാൻ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് അറിയിക്കട്ടെ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും എൻ്റെ വീഡിയോകൾ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ എന്നെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അച്ചടിയുടെ ചരിത്രമാണല്ലോ നാം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം പോകുക കേരളത്തിലെ അച്ചടി ചരിത്രത്തിലേക്കാണ്. ആയതിലേക്കും 1599 ഉദയംപേരൂർ ശൂനകദോസ് കേരള നവോത്ഥാനത്തിൻ്റെ മൂലക്കല്ല് എന്ന വിഷയത്തിൽ നടത്തപ്പെടുന്ന പഠന ശിബിരത്തിൻ്റെ 22ാം എപ്പിസോഡിലേക്കും ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. 16ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർക്ക് കേരളത്തിൽ വേണ്ടത്ര രാഷ്ട്രീയ അധികാരം കൈവന്നതോടെ ഗോവയിലേതുപോലെ തന്നെ കേരളത്തിലും, അതായത് കൊച്ചി, കൊല്ലം, വടക്കൻ പറവൂരിനടുത്തുള്ള വൈപ്പിക്കോട്ട, ചാലക്കുടിക്ക് പടിഞ്ഞാറുള്ള സമ്പാളൂർ എന്ന സെന്റ് പോൾ ഊര് എന്നിവിടങ്ങളിൽ ഈശോ സഭയുടെ നേതൃത്വത്തിൽ കലാശാലകളും സെമിനാരികളും സ്ഥാപിച്ചു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടനുബന്ധിച്ച് അച്ചടിശാലകളും സ്ഥാപിതമായതോടെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന്, വിശേഷിച്ച് സാംസ്കാരിക നവോത്ഥാനത്തിന് ആരംഭമിട്ടു എന്നതാണ് വസ്തുത. ആദ്യകാലത്ത് മലബാറിൽ, അതായത് കേരളത്തിൽ സ്ഥാപിതമായ 3 അച്ചടിശാലകളിൽ ആദ്യമായി പ്രവർത്തന സജ്ജമായത് ഏതെന്ന് തെളിയിക്കുവാൻ മതിയായ തെളിവുകൾ ഇന്ന് ലഭ്യമല്ല. ഇത് ചരിത്രാന്വേഷികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് എന്നതും അറിയുക. നിലവിലുള്ള ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ കൊല്ലത്ത് ഈശോ സഭ അംഗമായ ജോബോ ദെ ഫാരിയ പാതിരി സ്ഥാപിച്ച അച്ചടിശാലയിലാണ് ആദ്യ ഗ്രന്ഥം അച്ചടി മഷി പുരണ്ട് പുറത്തു വന്നത് എന്നാണ് കാണുന്നത്. കൊല്ലം തങ്കശ്ശേരിയിലെ സാൻ സാൽവദോരെ സെമിനാരിയോടനുബന്ധിച്ച് ആയിരുന്നു ഈ അച്ചടിശാല പ്രവർത്തിച്ചിരുന്നത്. തമ്പിരാൻ വണക്കം എന്ന പുസ്തകമാണ് 16 പേജുകളിൽ ആയിട്ട് ഇവിടെ നിന്ന് അച്ചടിച്ച് പുറത്തു വന്നത്. പോർച്ചുഗീസ് ഭാഷയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ രചിച്ച് പ്രചരിപ്പിച്ചിരുന്ന ഡോക്ട്രീന ക്രിസ്താവോ അഥവാ ഡോക്ട്രീന ക്രിസ്താം എന്ന പുസ്തകത്തിന് ഫാദർ ഹെൻറിക്കസ് എസ് ജെ ആയിരുന്നു തമിഴ് പരിഭാഷ്യം നൽകിയത്. 1578 ഒക്ടോബർ 20 തങ്കശ്ശേരിയിൽ നിന്നും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ച തമ്പുരാൻ വണക്കത്തിൻ്റെ ഒരു പ്രതി മാത്രമേ ഇന്ന് ലോകത്ത് അവശേഷിച്ചിട്ടുള്ളൂ. അതാകട്ടെ അമേരിക്കയിലെ ഹാർവാർഡ് സർവകലാശാലയിൽ സൂക്ഷിക്കുന്നുമുണ്ട്. ഇന്ത്യൻ ഭാഷകളിലൊന്നിൽ, അതും തമിഴ് ഭാഷയിൽ അച്ചടിക്കപ്പെട്ട ആദ്യ പുസ്തകം എന്ന നിലയിൽ ഈ കൃതി ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതായി വിലയിരുത്തപ്പെടുന്നു. മാത്രമല്ല, ഇന്ത്യയിലെ നാട്ടുഭാഷകളിലൊന്നിൽ അച്ചടിച്ച പ്രഥമ പുസ്തകം കേരളത്തിൽ നിന്നായിരുന്നു എന്നത് കേരള മക്കൾക്കെല്ലാം അഭിമാനവും ഏറെ അഭിമാനിക്കാവുന്ന ഒരു വിശേഷമാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ 446ാം വാർഷികമായിരുന്നു ഈ കഴിഞ്ഞ ഒക്ടോബർ 20 കടന്നുപോയത് എന്നത് ഏവരും ഓർമ്മിക്കേണ്ടതുണ്ട്. അതോടൊപ്പം അച്ചടി വിദ്യ ഭാരതഭൂമിയിൽ എത്തിച്ച
പോർച്ചുഗീസുകാരെയും ആ വിദ്യ പ്രചരിപ്പിച്ച വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ഈശോ സഭാംഗങ്ങളെയും ഏറെ ആദരവോടെ നന്ദിയോടെ നമുക്ക് സ്മരിക്കാം. പ്രിയരെ, ഈ വിശകലനത്തിൻ്റെ അവസാന ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുനകദോസ് വിശകലനത്തിൻ്റെ 22-ാം എപ്പിസോഡിലേക്ക് ശ്രീ ജോസ് ക്രിസ്റ്റഫർ മാളിയേക്കലിനെയും പ്രിയ ചരിത്രപ്രേമികളെയും ക്ഷണിച്ചുകൊണ്ട് ഈ ആമുഖ ഭാഷണത്തിൽ നിന്നും തൽക്കാലം വിരമിക്കട്ടെ. നന്ദി, നമസ്കാരം. പോർച്ചുഗീസുകാരും മലബാറും പിന്നെ ഗോവയും. ഭാരതത്തിലെ സന്യാസ ആശ്രമങ്ങളും ആശ്രമ ദേവാലയങ്ങളും. എപ്പിസോഡ് 6. എല്ലാവർക്കും സ്വാഗതം. മഹാരാഷ്ട്രത്തിലെ ഔറംഗബാദിൽ ക്രിസ്തുവിന് മുൻപ് 2-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തുവർഷം 480 വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 30 ബുദ്ധ ഗുഹാ സ്മാരകങ്ങളാണ് അജന്ത ഗുഹകൾ. പുരാതന ഇന്ത്യൻ കലയുടെ തിരുശേഷിപ്പുകളിൽ കാലത്തെ അതിജീവിച്ച ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നായി വിവരിച്ചിരിക്കുന്ന പെയിന്റിങ്ങുകളും റോക്ക് കട്ട് ശില്പങ്ങളും ഗുഹകളിൽ ഉൾപ്പെടുന്നു. പ്രത്യേകിച്ച് ആംഗ്യത്തിലൂടെയും ഇരിപ്പുരീതി അഥവാ പോസിലൂടെയും പ്രകടമായ വികാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന പെയിന്റിങ്ങുകൾ. യുനെസ്കോയുടെ അഭിപ്രായത്തിൽ ബുദ്ധമത കലയുടെ മാസ്റ്റർ പീസുകളാണിവ. അതാകട്ടെ തുടർന്നുള്ള ഇന്ത്യൻ കലയെ സ്വാധീനിച്ചിട്ടുമുണ്ട്. ബൗദ്ധ സന്യാസ ജീവിതത്തിൽ യോഗയുടെയും തപസ്സിന്റെയും ആരാധനയുടെയും വേർതിരിക്കാനാകാത്ത ആചാര അനുഷ്ഠാന രീതികൾ എന്തായിരുന്നുവെന്ന് അജന്ത ഗുഹകൾ ലോകത്തോട് വിളിച്ചോതുന്നു. മലബാറിൽ വെട്ടുകല്ലിൽ കെട്ടിട നിർമ്മിതി തുടങ്ങിയത് 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ വന്നെത്തിയതിനു ശേഷമാണ്. 1000 വർഷങ്ങൾക്കപ്പുറത്തേക്കുള്ള മലബാർ അഥവാ ഇന്നത്തെ കേരളത്തിൽ വിരലിൽ എണ്ണാവുന്ന ആരാധനാലയങ്ങൾ പോലും കരിങ്കല്ലിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തീർച്ചയായും ഇല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ ഇവിടെ യഹൂദർ നിർമ്മിച്ചിരിക്കാൻ സാധ്യതയുള്ള സിനഗോഗുകൾ പോലും മരത്തിലോ തടിയിലോ നിർമ്മിച്ചത് മാത്രം. ക്രൈസ്തവ ആരാധനാലയങ്ങൾ പോലും വെട്ടുകല്ലിൽ നിർമ്മിക്കുന്നത് പോർച്ചുഗീസുകാരുടെ ആഗമനത്തിന് ശേഷവും. ആരാധനാലയത്തിന് ചൈത്യ എന്നും ആശ്രമത്തിന് വിഹാര എന്നും വിളിക്കുന്ന ഈ നിർമ്മിതികൾ ഉന്നതങ്ങളായ ഒരു മതസംസ്കാരത്തെ വിളിച്ചോതുന്നു. അതാകട്ടെ ഏഷ്യയുടെ വെളിച്ചമായി ശ്രീ ഗൗതമ ബുദ്ധന്റെ മാർഗമാണ്. ബുദ്ധൻ നൽകിയ 3 മന്ത്രങ്ങളുണ്ട്. ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി. ഈ മന്ത്രങ്ങൾ നൂറ്റാണ്ടുകൾ ഇവിടെ ഉരുവിട്ടിട്ടുണ്ട്. ആദ്യത്തേത് ബുദ്ധം ശരണം ഗച്ഛാമി എന്നത് സൂചിപ്പിക്കുന്നത് ശിഷ്യനിപ്പോൾ ബുദ്ധന് കീഴടങ്ങി എന്നാണ്. ഇത് ഏതൊരു വ്യക്തിയുടെയും ആത്മീയ യാത്രയുടെ ആദ്യപടിയായതിനാൽ പ്രബുദ്ധനായ ബുദ്ധന് കീഴടങ്ങി എന്നാണ്. ഒരു ഗുരുവിന് കീഴടങ്ങാൻ ഇവിടെ ഗുരു ബുദ്ധനാണ്. ബുദ്ധനാകട്ടെ ഉണർന്നവൻ, ജ്ഞാനത്താൽ ഉണർന്നവൻ. അടുത്തത് ധർമ്മം ശരണം ഗച്ഛാമി. ശിഷ്യനിപ്പോൾ ധർമ്മത്തിന് കീഴടങ്ങുന്നു. കോസ്മോസ് സമവാക്യമാണ്. പ്രകൃതി നിയമം, സ്രഷ്ടാവിന്റെ നിയമം. പ്രത്യേകിച്ചൊരു ദൈവത്തെയോ ദേവിയെയോ ഇവിടെ പരാമർശിച്ചിട്ടില്ലെന്ന് ഓർക്കുക. ധർമ്മം മാത്രം, കോസ്മോസ് നിയമം. ശിഷ്യനെത്തി. അവനിപ്പോൾ കോസ്മോസിൽ അവർ ഒന്നാണ്. അവസാനത്തേതും 3-ാമത്തേതും സംഘം ശരണം ഗച്ഛാമി. സംഘം എന്നാൽ സന്യാസികളുടെ കൂട്ടം. സംഘം അഥവാ ക്ലബ്ബ്, എല്ലാ പ്രബുദ്ധരുടെയും ക്ലബ്ബ്, നാളിതുവരെ ബോധോദയം നേടിയവരുടെ കൂട്ടം. ഞങ്ങൾ രൂപീകരിച്ച ഏതെങ്കിലും ക്ലബ്ബല്ല, എല്ലാവരും ഉള്ള ഒരു കൂട്ടം. ഉയർച്ച, താഴ്ച, ഉച്ച നീചത്വങ്ങൾ അക്കാലത്തില്ല. അല്ല, ബൗദ്ധരിൽ അതില്ല എന്നതാണ് അതിനർത്ഥം.
ഞാൻ ജ്ഞാനത്തെ ശരണം പ്രാപിക്കുന്നു, ഞാൻ അധ്യാപനത്തെ ശരണം പ്രാപിക്കുന്നു, ഞാൻ സന്യാസത്തിൽ അഭയം പ്രാപിക്കുന്നു. അതാണ് അതിൻ്റെ അന്തസത്ത. ഉദയംപേരൂർ സൂനകദോസിനെ പറ്റി പറയുമ്പോൾ അതിൽ ഗൗതമ ബുദ്ധന് എന്താണ് പ്രസക്തി? യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരുവാൻ വഴിയൊരുക്കിയ കാര്യങ്ങളിലൊന്ന് പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ജിജ്ഞാസയാണല്ലോ. കഴിഞ്ഞില്ല, അത്ഭുതങ്ങളുടെ നാട്. യൂറോപ്പിൽ ക്രിസ്തു മതത്തിന് ഒരു ചട്ടക്കൂട് ഉണ്ടായിരുന്നു. അതുപോലെ പൗരാണിക ഭാരതത്തിൽ അത്തരത്തിലുള്ള ഒന്നുണ്ടാവാം എന്ന ജിജ്ഞാസ അത് തള്ളിക്കളയുവാൻ ആകുമോ? AD 346 ഈജിപ്തിൽ വിശുദ്ധ പക്കോമിയോസ് ആദ്യത്തെ ക്രിസ്ത്യൻ സന്യാസ ആശ്രമം സ്ഥാപിച്ചു. അതിനേക്കാൾ എത്രയോ മുന്നേ ഈ ഭാരതത്തിൽ ഈ സംസ്കാരം ഉടലെടുത്തു. ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് വികസിക്കാൻ തുടങ്ങി. പഴയ നിയമത്തിലേതുപോലെയുള്ള തിരുവെഴുത്തുകളും ഉദാഹരണങ്ങളും ആദർശനങ്ങളും മാതൃകയാക്കി ഇത് മതപരമായ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. സെയിന്റ് അഗസ്റ്റിൻ, മഹാനായ ആന്റണി, സെയിന്റ് പക്കോമിയസ്, സെയിന്റ് ബേസിൽ, സെയിന്റ് ബെനഡിക്റ്റ്. ക്രിസ്ത്യൻ സന്യാസിമാർ ആദ്യം ആശ്രമങ്ങളിൽ താമസിച്ചിരുന്നില്ല. പകരം മോണോസ് എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ ഏകാന്തതയിൽ ഒറ്റയ്ക്ക് ജീവിച്ചുകൊണ്ടാണ് അവർ തുടങ്ങിയത്. മരുഭൂമിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന കൂടുതൽ ആളുകൾ സന്യാസിമാരുടെ ജീവിതം ഏറ്റെടുത്തപ്പോൾ അവർ ഒത്തുചേരാനും സമീപത്തുള്ള യാഥാർത്ഥ്യം സന്യാസിമാരെ മാതൃകയാക്കാനും തുടങ്ങി. ഇവിടെ കാര്യങ്ങൾ സ്പഷ്ടവും ചിന്തനീയവുമാണ്. വഘോര നദി കളകള ആരവങ്ങളോടെ കിഴക്ക് മലകളിൽ നിന്നും താഴേക്ക് കുതിച്ചുചാടി. അവളുടെ നിറം കൽച്ചേണി കലർന്ന തൗട്ടി നിറമാണെങ്കിലും കുത്തിയൊഴുകിത്തെറിക്കുന്ന ജലത്തിന് ധവള വർണ്ണമുണ്ട്. നദിക്കഭിമുഖമായി പാറക്കെട്ടുകളിൽ കൊത്തിയെടുത്ത ചൈത്യകളും വിഹാരങ്ങളും ഉദയസൂര്യൻ ഉയർന്നു വരുമ്പോൾ പ്രകാശമാനമാകുന്നു. പ്രകൃതിയോടിണങ്ങി ലോകത്തിന്റെ തിക്കിലും തിരക്കിലും നിന്ന് തീർത്തും ഒഴിഞ്ഞ് സ്വച്ഛമായ പ്രശാന്ത സുന്ദര ജീവിതം നയിക്കാനും ആസ്വദിക്കാനും അന്നത്തെ ഭരണകർത്താവായ വഗതക കുലത്തിലെ ഹരിസേന ചക്രവർത്തിയും ഇതിന്റെ വ്യാപ്തി ബുദ്ധർക്ക് വേണ്ടി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഗുഹകളിൽ നിർമ്മിതമായ ഈ ചൈത്യകളുടെ പ്രവേശന ഭാഗം മുഖപ്പുകൾ അഥവാ ഫസൈഡുകൾ തീർച്ചയായും 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാൽ നിർമ്മിതമായി തുടങ്ങിയ ക്രൈസ്തവ ദേവാലയങ്ങളും മാതൃകയാക്കിയിരിക്കാം. ബുദ്ധന്റെ പ്രബോധനങ്ങൾ സംരക്ഷിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ബുദ്ധ സന്യാസിമാരുടെ സുപ്രധാന സമ്മേളനമായിരുന്നു ബുദ്ധമത കൗൺസിലുകൾ. ഈ കൗൺസിലുകൾ വിവിധ ചരിത്ര കാലഘട്ടങ്ങളിലും സ്ഥലങ്ങളിലും വിളിച്ചുകൂട്ടി അഭിസംബോധന ചെയ്ത ഉപദേശപരമായ തർക്കങ്ങളും നിലവാരമുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങളും അതിനെ ആധാരമാക്കുകയും ചെയ്തതിന് ചരിത്രത്തിന്റെ പിൻബലമുണ്ട്. ആദ്യത്തെ ബുദ്ധമത കൗൺസിൽ ക്രിസ്തുവിന് മുമ്പ് 400-ലായിരുന്നു. ബുദ്ധന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിലെ രാജറിൽ നടന്ന ഈ കൗൺസിൽ സന്യാസി മഹാകസ്പയുടെ അധ്യക്ഷതയിലായിരുന്നു. ഈ കൗൺസിലിന്റെ പ്രാഥമിക ലക്ഷ്യം ബുദ്ധന്റെ സൂത്രങ്ങൾ പഠിപ്പിക്കുക എന്നതോടൊപ്പം സന്യാസ അച്ചടക്കത്തിന്റെ വിനയം പഠിപ്പിക്കലുകൾ പാരായണം ചെയ്യുകയും സമാഹരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. കുശി നഗറിൽ ബുദ്ധന്റെ മരണശേഷം ആദ്യത്തെ ബുദ്ധ സമ്മേളനം നടന്നു. ഗൗതമ ബുദ്ധന്റെ പരിനിർവാണത്തിന് ശേഷം ബുദ്ധന്റെ പഠിപ്പിക്കലുകൾ എങ്ങനെ പഠിപ്പിക്കാമെന്നും കൈകാര്യം ചെയ്യാമെന്നും ചർച്ച ചെയ്യാൻ നിരവധി സന്യാസിമാർ യോഗങ്ങൾ നടത്തിയിരുന്നു. സതപന്നി, ഗ്രോട്ടോ, രാജർഗഹ ഇന്ന് രജിത് എന്നറിയപ്പെടുന്നു, രാജഗൃഹ കൗൺസിൽ എന്നിവയുടെ പ്രവേശന കവാടത്തിലാണ് ആദ്യത്തെ ബുദ്ധ സമിതി വിളിച്ചുകൂടിയത്. 4-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ ഇത് സംഭവിച്ചതായി കരുതപ്പെടുന്നു. വെൺ കൗൺസിലിനെ വിളിച്ചു വരുത്തി. മഹാകാശ്യപ തിരുമേനിയുടെ ഉടമ്പടിയോടെ ബുദ്ധമത ചരിത്രമനുസരിച്ച് ഉപൽ ഈ കൗൺസിലിൽ വിനയത്തിലും സുത്ത പിടകത്തിലും വെൺ ആനന്ദയും വെൺ ഉപാലി എന്നിവരും പ്രസംഗിച്ചു. ഇന്ത്യയിലെ വൈശാലിയിൽ 2ാമത് ബുദ്ധമത കൗൺസിൽ നടന്നു. സംഘത്തിനുള്ളിലെ സന്യാസ സമൂഹം അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ വിളിക്കപ്പെട്ടു. BC 386
പഴയ ഇന്ത്യൻ നഗരമായ വൈശാലിയിൽ ഇത് ആസൂത്രണം ചെയ്തു. രണ്ടാമത്തെ ബുദ്ധമത കൗൺസിലിൽ പ്രധാന സംഭാഷണ വിഷയങ്ങൾ ബുദ്ധമത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായിരുന്നു. ബുദ്ധമത ചരിത്രമനുസരിച്ച് നിരവധി പ്രാദേശിക സന്യാസിമാർ അനുചിതമായി പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യാസ എന്ന പ്രമുഖ സന്യാസി ബുദ്ധമത സമിതിയെ വിളിച്ചുകൂട്ടി. എല്ലാ സന്യാസിമാർക്കും സംഘക്രമത്തിനും വേണ്ടി സന്യാസിമാർ പണം കൈകാര്യം ചെയ്യുമോ എന്നതും ചർച്ച ചെയ്യപ്പെട്ടു. അശോകന്റെ ഭരണകാലത്താണ് മൂന്നാമത്തെ ബുദ്ധമത സമ്മേളനം നടന്നത്. ഇന്ത്യയിലെ പാടലീപുത്രയിൽ നടന്ന രണ്ടാമത്തെ കൗൺസിലിന് ഏകദേശം 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നടന്നത്. തെരവാദ ബുദ്ധമതം അനുസരിച്ച് തെക്ക് കിഴക്കൻ ഏഷ്യയേക്കാൾ കൂടുതൽ ബുദ്ധമതത്തിന്റെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിനെക്കുറിച്ചും ചോദ്യം ചർച്ച ചെയ്യാൻ അശോക ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ ബുദ്ധമത സമിതിയെ വിളിച്ചു. മെഗാലിപുട്ട തിസയുടെ നേതൃത്വത്തിൽ മൂന്നാമത് ബുദ്ധമത സമ്മേളനം നടന്നതായി വിശ്വസിക്കപ്പെടുന്നു. ബുദ്ധമത കൗൺസിൽ കാരണം അശോകൻ ബുദ്ധമത മിഷണറിമാരെ ഗാന്ധാരം, കാശ്മീർ, ശ്രീലങ്ക തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിലേക്കും ബുദ്ധന്റെ പ്രബോധനങ്ങളും സിദ്ധാന്തങ്ങളും പഠിപ്പിക്കാൻ അയച്ചു. എന്നാൽ ഗാന്ധാരം, കാശ്മീർ, ശ്രീലങ്ക എന്നിവ ആ അസൈൻമെന്റിൽ മാത്രം വിജയിച്ചു. അഭിധർമ്മ രചനകൾ, പരാമർശങ്ങൾ, പ്രബന്ധങ്ങൾ എന്നിവ സമാഹരിച്ച് ഈ സഭയുടെ കാലത്ത് ബുദ്ധമത കാനോനിലെ 3 വിഭാഗങ്ങളെ ഒന്നായി സംയോജിപ്പിച്ചു. നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ ക്രിസ്തുവിന് മുൻപ് 250 തേരവാദ പാരമ്പര്യത്തിന്റെ നാലാമത്തെ ബുദ്ധമത സമ്മേളനം BC 1-ാം നൂറ്റാണ്ടിൽ തപ്രഭാനിയിൽ അഥവാ ഇന്നത്തെ ശ്രീലങ്കയിൽ നടന്നു. വട്ടകമണി അഭയരാജാവ് വിളിച്ചുകൂട്ടിയതും മഹിന്ദ തേരയെ പോലുള്ള പണ്ഡിതന്മാരാൽ നയിക്കപ്പെട്ടതുമായ അതിന്റെ പ്രാഥമിക ലക്ഷ്യം ക്ഷാമത്തിന്റെയും വാക്കാലുള്ള പാരമ്പര്യത്തിന്റെ നഷ്ടത്തിന്റെയും പശ്ചാത്തലത്തിൽ ബുദ്ധന്റെ പ്രബോധനങ്ങൾ സംരക്ഷിക്കുക, പഠിപ്പിക്കലുകൾ സംരക്ഷിക്കുക എന്നതായിരുന്നു. താളിയോലകളിൽ പാലി കാനോൻ അഥവാ ത്രിപിടകം എഴുതി ഈ കൗൺസിൽ ഒരു മഹത്തായ ദൗത്യം കൈവരിച്ചു. ഇത് സുത്ത പിടക, വിനയ പിടക, അഭിധമ പിടക എന്നിവയുടെ സംരക്ഷണവും സ്ഥിരമായ പ്രക്ഷേപണവും ഉറപ്പാക്കുന്നു. ഇതിന് വിപരീതമായി മഹായാന പാരമ്പര്യത്തിന്റെ നാലാമത്തെ ബുദ്ധമത കൗൺസിൽ ഏകദേശം CE 2-ാം നൂറ്റാണ്ടിൽ കാശ്മീരിൽ നടന്നു. കുശാന സാമ്രാജ്യത്തിലെ കനിഷ്ക രാജാവിന്റെ രക്ഷാകർത്തത്തിലാണ് നടന്നത്. അശ്വഘോഷന്റെയും ഒരുപക്ഷെ നാഗാർജുനന്റെയും കാര്യമായ സംഭാവനകളോടെ പണ്ഡിതനായ വസുമിത്രനായിരുന്നു ഇതിന്റെ അധ്യക്ഷൻ. മഹായാന ബുദ്ധമതത്തിന്റെ വൈവിധ്യവും വിപുലവുമായ പഠിപ്പിക്കലുകൾ സമാഹരിക്കാനും ചിട്ടപ്പെടുത്താനും ഈ കൗൺസിൽ ലക്ഷ്യമിടുന്നു. ഈ ശ്രമം വിഭാസ ശാസ്ത്രങ്ങൾ സൃഷ്ടിക്കുന്നതിലേക്കും പുതിയ മഹായാന സൂത്രങ്ങൾ ഉൾപ്പെടുത്തുന്നതിലേക്കും നയിച്ചു. ഇവ ദാർശനിക ആഴം പ്രദാനം ചെയ്യുകയും അനുയായികളുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു. ശ്രീലങ്കൻ കൗൺസിൽ അധ്യാപനങ്ങളുടെ രേഖാമൂലമുള്ള സംരക്ഷണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തേരവാദ പാരമ്പര്യത്തിനുള്ളിൽ സിദ്ധാന്തപരമായ സ്ഥിരത നിലനിർത്തുന്നതിൽ നിർണായകമായിരുന്നു. അതിനിടെ മഹായാന സാഹിത്യത്തിന്റെ വികാസവും ദാർശനിക വികാസവും കാശ്മീർ കൗൺസിൽ ഉദാഹരിച്ചു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതുവരെ എന്നെ ശ്രവിച്ച ഏവർക്കും ഹൃദയംഗമായ നന്ദി. അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം.